ഹലോ ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച കുരുമുളക് കാന്താരി വെച്ചൊരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് പച്ചക്കുരുമുളകും കാന്താരിയും കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പച്ചക്കുരുമുളക് വെച്ച് കാന്താരിയും വെച്ച് ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പച്ചക്കുരുമുളക് കാന്താരി ബീഫ് ഫ്രൈക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് കുരുമുളക് 100 ഗ്രാം കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കുരുമുളക് പച്ച കുരുമുളകാണ് 100 ഗ്രാം. കാന്താരി ആവശ്യത്തിന്, അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കാം. ഇനി കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ബീഫ് 1 കിലോ ബീഫാണിത്. ഇതിനി ഞുറുക്കി കഴുകി വാരി വൃത്തിക്കെടുക്കണം. ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി, 10-15 ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയതാണ്. അത് ഒത്തിരി വേണ്ട നമുക്ക്. തേങ്ങാക്കൊത്ത് കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് തേങ്ങാക്കൊത്തിടാം, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കരിയാപ്പല, മഞ്ഞൾപ്പൊടി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 4 ചോള വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അധികം മസാല ആവശ്യമില്ല. നമുക്കിനി കുരുമുളകും കാന്താരിയും കൂടെ മിക്സിയിലിട്ട് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ബീഫ് കട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ബീഫ് കട്ട് ചെയ്യാം. നല്ല പീസാണ് കിട്ടിയേക്കുന്നത്. ഇവിടുന്ന് ചില സമയത്ത് ബീഫ് കൊള്ളത്തില്ല കിട്ടുമ്പം. ഇത് നല്ല പീസാണ്. ഇത് ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിടുന്നത്. ഒത്തിരി വലിപ്പം എടുത്ത് ഇട്ടാൽ കൊള്ളത്തില്ല. എപ്പോഴും ബീഫ് ഫ്രൈക്ക് വലിപ്പത്തിൽ ഇടാം, വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക്. നമ്മുടെ ബീഫെല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്കിതൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് കഴുകിയെടുക്കാം. 5-6 പ്രാവശ്യം കഴുകിയെടുക്കണം, ഇല്ലെങ്കിൽ ബ്ലഡ് ഭയങ്കരമായിട്ട് കാണും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടേ കഴുകാവുള്ളൂ. നമ്മുടെ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മളിനി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി, കരിയാപ്പലയും മഞ്ഞൾപ്പൊടിയും, നമ്മൾ കാന്താരിയും കുരുമുളകും കൂടെ അരച്ചത് കുറച്ചിട്ടാൽ മതി. കുറച്ച് നമുക്ക് വഴറ്റുമ്പോൾ ഇടാം. കുറച്ചിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് നല്ലതായിട്ട് ഞെരകണം. ഗരം മസാലപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് ഗ്യാസിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് ഒരു 5 വിസിലിട്ട് വേവിച്ചെടുക്കാം. ഓരോ കുക്കർ അനുസരിച്ചാണ് അത്. നിങ്ങളുടെ കുക്കർ എങ്ങനെയാണോ അതനുസരിച്ച് വേവിച്ചോണം. ഇതിൽ 5 വിസിലടിച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഇത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, കുക്കർ വെച്ചിട്ടുണ്ട്. ഇതൊരു 5 വിസിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമ്മുടെ ബീഫെല്ലാം വെന്തു, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല, അല്ലാതെ തന്നെ ബീഫിൻ്റെ വെള്ളം തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ബീഫ് ഇങ്ങനെ കോരി എടുത്ത് വെക്കാം. ബീഫ് വെള്ളം ഇല്ലാതെ വേണം കോരി വെക്കാനേ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്പൂണ് ചോളപ്പൊടി,
2 ടീസ്പൂണ് അരിപ്പൊടി. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതായിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് കുരുമുളകും കാന്താരി അരച്ച് വെച്ചിരുന്നില്ലേ, അതിടാൻ പോവാണേ. അതും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട്, ഇതേ നമ്മുടെ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളിതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. കടുകിട്ട് കൊടുത്തു. നമ്മുടെ കടുകെല്ലാം പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി നമുക്ക് ഇത് ഈ മസാല ഇളക്കി ഇറച്ചിയുടെ വെള്ളവും ഇതുകൂടെ കലക്കി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലതായിട്ടത് വഴറ്റി കൊടുക്കണം. ഒന്ന് പറ്റണം. നല്ല നമ്മുടെ ബീഫ് ഫ്രൈ ആയിട്ട് നല്ലതായിട്ട് വെച്ചതിൽ കുഴഞ്ഞിരിക്കും. നമുക്കൊരു ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല. ഇത്തിരി വേണ്ട, പെരിഞ്ജീരകം ഇട്ടേക്കുന്നതുകൊണ്ട്. ആയിട്ടുണ്ട്. നമുക്കിനി ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നതല്ല. ഈ മീനിനകത്ത് കിടന്ന് ഫ്രൈ ചെയ്ത് വരണം. നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതായിട്ട് ഒലന്നു. ഇത് കണ്ടോ, നല്ലതായിട്ട് എല്ലാത്തേന്നും വേർവിട്ട് ഇത് കണ്ടോ നല്ലതായിട്ട് വന്നു. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായ ഒരു ബീഫ് ഫ്രൈ ആണ്. കണ്ടോ, നല്ലതായിട്ട് കറുത്ത് നല്ലതായിട്ട് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.